നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരുതയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. റൂട്ടേസിയ ഫാമിലിയിൽ പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം റൂട്ട ഗ്രാവിയോലൻസ് എന്നതാണ്. യഹൂദർ ഇന്ത്യയിൽ വരുമ്പോൾ കൊണ്ടുവന്നതായി കരുതപ്പെടുന്ന അരുത ചെടി ഇന്ന് കേരളത്തിലെ വടക്കൻ മേഖലകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നു. സംസ്കൃതത്തിൽ ഇതിനെ സോമലത, പീതപുഷ്പ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഔഷധ ആവശ്യങ്ങൾക്കായിട്ടാണ് ഇവ ധാരാളമായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ഒരു ബഹുവാർഷിക സുഗന്ധ കുറ്റിച്ചെടിയാണ് അരുത. മെഡിറ്ററേനിയൻ തീരമാണ് ഇതിൻ്റെ ജന്മദേശമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 3 അടിയിൽ താഴെ വരെ മാത്രമേ ഇതിന് ഉയരം കാണുകയുള്ളൂ. ചീരച്ചെടി പോലെ വളരെ ദുർബലമായതാണ് ഈ അരുത ചെടി. ധാരാളം ശാഖകളുള്ള ഒരു ചെടിയാണിത്. ഈ ചെടിക്ക് മുഴുവനായിട്ടൊരു ദുർഗന്ധമുണ്ടായിരിക്കും. ഇവയുടെ ഇലകൾ തീരെ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത്. തണ്ടുകൾക്ക് ഇളം പച്ച കലർന്ന വെള്ള നിറമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കാണ്ഡത്തിന് മഞ്ഞ കലർന്ന പച്ച നിറമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവയുടെ ഇലകൾ തിരുമ്മിയാൽ ഒരു പ്രത്യേക രൂക്ഷഗന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. ഇവയുടെ പൂവുകൾ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഏകദേശം 5 ദളങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഇവയ്ക്ക് ക്യാപ്സ്യൂൾ ഫലങ്ങളാണ് കാണുന്നത്. ഇവയിൽ ധാരാളം വിത്തുകളും ഉണ്ടാവും. തോട്ടങ്ങളിൽ വളരുന്നത്, വൻമലകളിൽ വളരുന്നത്, കാടുകളിൽ വളരുന്നത് എന്നിങ്ങനെ 3 ഇനങ്ങളിൽപ്പെട്ട അരുതകളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഗ്ലൂക്കോസിഡ്, റൂട്ടീൻ എന്നീ പദാർത്ഥങ്ങൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ഇവയുടെ സമൂലവും ഔഷധയോഗ്യമാണ്. കൂടുതലും കുട്ടികളുടെ രോഗങ്ങളിലാണ് ഇവയെ ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഒരു ദിവ്യ ഔഷധം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഗർഭപാതം ഉണ്ടാക്കുന്നതിനൊക്കെ ഇവ ഉപയോഗിച്ച് കാണാറുണ്ട്. ഈ ചെടി ഗർഭപാതം ഉണ്ടാക്കുന്നു. അധികമായാൽ നീരും അതുപോലെ തന്നെ പൊള്ളപ്പും ഉണ്ടാക്കാറുണ്ട്. വിവിധ തരം വേദനകൾക്ക്, അതായത് പല്ലുവേദന, ചെവിവേദന തുടങ്ങിയ വേദനകൾക്ക് ഇവ ഉപയോഗിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ അജീർണം, മൂക്കടപ്പ് തുടങ്ങിയവയ്ക്കും ഇവ ഉപയോഗിച്ച് കാണുന്നു. ഈ ചെടിയുള്ളിടത്ത് പാമ്പ് അകന്നു നിൽക്കും എന്നാണ് കണക്കാക്കുന്നത്. അതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കും. അരുത ഒരു കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഔഷധമായിട്ടാണ് പറയാം. കുട്ടികളുടെ അസുഖത്തിനാണ് ഈ അരുതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ അജീർണം എന്ന് പറയുന്നത്, ഈ വയറുണ്ടാകുന്ന വേദന, ദഹിക്കാത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ അരുതയുടെ ഇല ലേശം തേനിൽ ചാലിച്ച് കൊടുത്താൽ മതി. അതിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ കൃമിക്ക് ഈ ഇലയുടെ നീരെടുക്കും. എന്നിട്ട് ലേശം തേനും ലേശം ശർക്കരയും ചേർത്ത് ദിവസേന കൊടുത്തു കഴിഞ്ഞാൽ കൃമിശല്യം മാറും. അതുപോലെ തന്നെ ഈ ലിവർ ഡിസീസ്, മഞ്ഞപ്പിത്തത്തിന് ഇത് കലക്കമാക്കി അരച്ച് മോര് ചേർത്തിട്ട് മോരിൽ കലക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ശമിക്കും.